ഉണ്ടായിരുന്നു നോബഡി? രാജുവേട്ടൻ്റെ മൂവി തകർത്തു. നോബഡി എന്നുള്ള സിനിമ നല്ലൊരു വെറൈറ്റി സിനിമയാണ്. ത്രില്ലറാണ്, സെൻറ്റിമെൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം കൂടെ തന്നെ നല്ലൊരു സിനിമ തന്നെയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. പാർവതി തിരുവോത്തം നടിയുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്. ഒരു സസ്പെൻസ് ത്രില്ലർ ഫാമിലി മൂവിയാണ്. രാജുവിൻ്റെ കഥാപാത്രം തീർത്തും ഡിഫറൻ്റാണ്. അപ്പോൾ എന്നിൻ്റെ മൂവിന് ശേഷമാണ് രാജുവേട്ടൻ പാർവതി മുമ്പ് ഒന്നിക്കുന്നത്. അതെന്തായാലും സവിശേഷതയുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് ഇതിനകത്ത് ആർട്ടിസ്റ്റുള്ള ഒരുപാട് പേരെ എടുത്തു കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും സിനിമയ്ക്കൊരു നേട്ടം തന്നെയാണ്. സ്ട്രഗിൾ ചെയ്യുന്നൊരു നായകൻ്റെ കഥയാണ്. ഒരുപാട് ജനക്കൂട്ടങ്ങളെ ഇതിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ സിനിമയ്ക്കൊരു നല്ലൊരു ഇതാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി കുട്ടികളുടെ അഭിനയം. കുട്ടികളാണ് അതിനകത്ത് ഏറ്റവും തകർത്ത് അഭിനയിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് നമുക്കൊരു എന്താ പറയുന്ന ഒരു ട്വിസ്റ്റ് വരുന്നത്. നല്ല രസമുണ്ട്. ഈ പൃഥ്വിരാജ് പാർവതി ആ ഒരു കോംബോ നമുക്ക് ശരിക്കും ഒരു കംബാക്ക് ഫിലിം പോലെ എനിക്ക് തോന്നി. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂവിയല്ല പൃഥ്വിരാജ് പാർവതി. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ തമ്മിലുള്ള ആ ഒരു അഭിനയം, ആ ഒരു കോംബോ നല്ല രസമായിട്ടുണ്ട്. അടിപൊളി പടമാണ്. ആക്ഷൻ സീൻ അടിപൊളി, മ്യൂസിക് അടിപൊളി, പൃഥ്വിരാജ് അടിപൊളി. പിന്നെ ഇതിൽ അശോകൻ്റെ കഥാപാത്രം വളരെ നല്ലൊരു ക്യാരക്ടർ അശോകൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ത്രില്ലറാണ്. ആദ്യം മുതലേ സിനിമ തുടങ്ങുന്നതേ ത്രില്ലറാണ്. നമ്മളെ കുറച്ച് പേര് എഴുതി കാണിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. സിനിമ വ്യത്യസ്തമായിട്ട് സാറ് മസ്റ്റ് വാച്ചായിട്ടുള്ളൊരു ഫിലിമാണ്. മസ്റ്റ് വാച്ച് സാറിൻ്റെ അടിപൊളി ആക്ഷൻ സീൻ. ക്യാരക്ടറാണ്. പക്ഷേ ഇമോഷണൽ എല്ലാം ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. ആ രണ്ട് പിള്ളേരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പടം സെക്കൻഡ് ഹാഫ് തകർത്തടിച്ചു. നല്ല ക്യാരക്ടർ. പിന്നെ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഈ സിനിമയിൽ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരു ചെറിയൊരു സ്ക്രീൻ പ്രസൻറ്റ് കിട്ടി. അതിനായി സിനിമയിൽ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിന് ഭാഗമാകാൻ പറ്റിയത് താങ്ക്സ് ഫോർ നിസാന്ത് സാർ. നമുക്കൊരു ഇത് തന്നേന് സ്ക്രീൻ പ്രസൻറ്റ് തന്നെ നമ്മൾ പറയണമല്ലോ. നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളതിൽ വളരെ സന്തോഷമല്ലോ. നമ്മളും ഒരു ടി വിയിൽ വലിയ സ്ക്രീനിൽ നമ്മുടെ മുഖം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, സപ്പോർട്ട് ചെയ്ത തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രേക്ഷകർ നൽകി ഞാനെന്നും എനിക്ക് നിസാമിൻ്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിസാമിനോടുള്ള ഇഷ്ടം കൊണ്ട്, എനിക്ക് നിസാമെന്ന ഫിലിം മേക്കറുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച കഥാപാത്രമാണ് സിനിമ. പിന്നെ ഈ സിനിമയുടെ ഭാഗമാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഭയങ്കര രസമായിട്ട് സിനിമ ഫൈനസ്റ്റ് ഫിലിം മേക്കേഴ്സ് ദാറ്റ് വി ഹാവ്. ആൻഡ് ഞാൻ രാജുവേട്ടന് ഭയങ്കര രസമായിട്ട് പെർഫോമൻസ് ഉണ്ട്. ഞാൻ ഗംഭീര നല്ല മ്യൂസിക്കാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എഡിറ്റിംഗ് നല്ലതാണ്. റമീസ് റഷാക്കിലൊക്കെ സ്പോട്ട് എടുക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. റമീസ് ഇൻഡിപെൻഡൻ്റ് ആയത് നല്ല വർക്കാണ്. എല്ലാം കാസ്റ്റിംഗ് എല്ലാം നല്ലതാണ്. എല്ലാം പാർവതി ആണെങ്കിലും ഹക്കീമാണെങ്കിലും ശങ്കർ രാമേഷ് ആണെങ്കിലും നിശാന്ത് സാഗർ ആണെങ്കിലും അശ്വരാണെങ്കിലും രണ്ട് കുട്ടികളാണെങ്കിലും എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. റോഷാക്കിന് ശേഷം ഒരു വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആ പ്രതീക്ഷ വേണ്ടതാണ് നിസാം എപ്പോഴും പറയാറ്. നിസാമിന് അങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നതും താല്പര്യമില്ല. ആൻഡ് പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ റോഷാക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നോബഡി വേറൊരു ട്രീറ്റ് ആയിരിക്കും. ആൻഡ് ആ ഒരു ക്രാഫ്റ്റ് നമുക്കിതിലും കാണാൻ സാധിക്കും. ഒരു കൺവേ ചെയ്യാൻ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് അല്ല, എളുപ്പമുള്ളൊരു സ്ക്രീൻ പ്ലേയും അല്ല. അത് പക്ഷേ ഭയങ്കര രസമായിട്ട് നിസാം കൺസീവ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നമുക്ക് ഭയങ്കര സൗണ്ട് പ്രോജക്റ്റ്. ഹലോ, രാജുവേട്ടനാണ് പടത്തിൽ കാണാൻ പറ്റിയത്. എങ്ങനെ തോന്നിയോ? ഇഷ്ടമുള്ള ഒരാളെന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രം. അദ്ദേഹം അതിലൊരു സ്റ്റാറി ഇമേജ് ഇല്ലാത്ത ഒരു നോർമൽ മാനായിട്ട് അദ്ദേഹം ഭയങ്കര രസമാണ്. ഭയങ്കര വളരെ മിനിമം ഡയലോഗ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ അത് ഭയങ്കര ഒരു സംഘർഷമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഫീൽ തരുന്ന ഒരു കഥാപാത്രം. അദ്ദേഹം ഭയങ്കര നല്ല പെർഫോമൻസാണ്. എന്താണ് പറയാൻ രാജുവിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവരോട് ചോദിച്ചാൽ അവർ പറയും TRP റേറ്റിംഗ് ആണ്,
ബിസിനസ്സാണ് മാധ്യമം എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സൈക്കിളില്ലേ, ലൈഫ് സൈക്കിളിനെ പറ്റി അതുപോലത്തെ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ, പ്രശ്നങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഒന്നിനെയും നിങ്ങളാണ് കുറ്റക്കാരെന്ന് കൈ ചൂണ്ടി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് ഗംഭീര പൊളിറ്റിക്കൽ സറ്റയറാണ്.